കൈനിഴലായി നിന്നു പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ രാവിലും പകലിലും ആ കൈനിഴലായി നിന്നു പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീ. നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീ. നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ ഒരിക്കൽ ഇപ്രകാരം വായിക്കാനിടയായി. പുരാതന ഏതൻസിൽ നടന്നതായ ഒരു സംഭവം. അവിടെയുള്ള ഒരു ആരാധനാലയത്തിൽ അവരൊരു ആചാരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെല്ലാവരും അവരവരുടെ ഭാരങ്ങളും സങ്കടങ്ങളും വേദനകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി അവിടെയുള്ള ഒരു ആരാധനാലയത്തിൽ പ്രത്യേകമായി സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയിൽ അവരുടെ വേദനകളെല്ലാം എഴുതി കൊണ്ടുവന്നിടണം. അത് അങ്ങനെ ഇട്ടാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവരവരുടെ പ്രശ്നങ്ങൾ എഴുതി അവരിട്ടതിന് ശേഷം മറ്റുള്ളവർ എഴുതിയിട്ടിരിക്കുന്ന മറ്റൊരു പേപ്പർ അവരെടുത്തുകൊണ്ട് പോകണം. അങ്ങനെ ആ ഒരു ആചാരം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ പലപ്പോഴും അവനവൻ്റെ വേദനകളും സങ്കടങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളൊക്കെ എഴുതി അവർ ആ പെട്ടിയിലിടും. മറ്റൊരാൾ എഴുതിയതായ ആ ആളുടെ കാര്യങ്ങളെല്ലാം ഇവരെടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഓരോരുത്തർ അവരവരുടെ വേദന എഴുതിയതിൽ എത്രയോ വലുതാണ് മറ്റുള്ളവരുടെ വേദനയെന്ന് ഇവർ വായിക്കാനിടയായി, മനസ്സിലാക്കാനിടയായി. തന്മൂലം അവിടെയുള്ള ആളുകൾ ആശ്വസിക്കാനിടയായി. എങ്ങനെ ആശ്വാസം? എനിക്ക് ഇത്രയും പ്രശ്നമുള്ളല്ലോ, എൻ്റെ പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നങ്ങളുള്ള മറ്റനേകർ എൻ്റെ ചുറ്റുപാടുമുണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ ഇടയായി എന്ന് ഞാൻ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും വലുതായിട്ട് തോന്നും. എന്നാൽ അതിലെത്രയോ 10 മടങ്ങ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ, നമ്മുടെ അയൽവക്കത്ത് തന്നെ, നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, പോരാ ഈ ലോകരാജ്യങ്ങൾ നോക്കുമ്പോൾ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ 100 മടങ്ങോ 1000 മടങ്ങോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നം ഏറ്റവും വലുതായി കാണേണ്ടതുണ്ടോ? ഇല്ല. ഇനി അഥവാ നമ്മുടെ പ്രശ്നം വലുതാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കാൻ യേശുക്രിസ്തു ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ ആണിപ്പൊഴുതുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അന്ന് ഏതൻസിലുള്ളവർ അവരുടെ പ്രശ്നങ്ങൾ എഴുതി ഒരു പെട്ടിയിലിട്ടുവെങ്കിൽ ഇന്ന് പെട്ടിയിലല്ല പ്രശ്നങ്ങൾ ഇടേണ്ടത്. ഏതെങ്കിലും ഒരു ഭണ്ഡാരത്തിലല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതിയിടേണ്ടത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മുമ്പിലല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ വഹിക്കാനും
ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുവാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനും സർവശക്തനായ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ. യേശുക്രിസ്തുവിൻ്റെ വചനം പറയുന്നു, ബൈബിൾ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. ആരാണ് ഈ അവൻ? ക്രിസ്തു. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല എന്താകലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന്. ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. നാം നാളുകളായി ചിന്തിച്ചു വന്ന ഒരു വിഷയമാണ് ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന്. ദൈവത്തിനെല്ലാം അസാധ്യമാണ്. ജീവനുള്ള ദൈവത്തിന് അസാധ്യമായത് എന്തുണ്ട്? ആകാശഗോളങ്ങൾ മെനഞ്ഞ ദൈവം, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം, മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയാകി മനുഷ്യനെ തീർത്ത ദൈവം, എല്ലാം ഭരിക്കുന്ന ദൈവം, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മകനെ നിൻ്റെ ഒരു കാര്യം സാധ്യമാക്കി തരാൻ കഴിയില്ലെന്നാണോ നീ ചിന്തിക്കുന്നത്? അതെ, ദൈവത്തിന് സകലവും സാധ്യമാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രസംഗത്തിലൂടെ ചിന്തിച്ച് വരികയാണ്. ഈ തിരുവചനത്തിൽ എത്രയോ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഈ വേദപുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവം സാധിപ്പിച്ച ചരിത്രമല്ലേ? അതെ, നാം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മബലത്തോടെയാണ് എലീശ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാലത്ത് ഏലിയാവിലൂടെ നടന്ന വീര്യപ്രവൃത്തികൾ കണ്ട് അത്ഭുതപ്പെട്ടും രോമാഞ്ചമണിഞ്ഞും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തിന് മഹത്വം കരേറ്റിയും എലീശ ഒരിക്കൽ ഏലിയാവിൻ്റെ പിന്നാലെ നടന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഇതാ ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ബലത്തോടെ, ശക്തിയോടെ സയൻസ്, മിറക്കിൾസ് ആൻഡ് വണ്ടേഴ്സ് എലീശ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വാക്കുകൾ കേട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ ചില ദൂതുകൾ കൈമാറട്ടെ. മകനെ, നീ ഒരു കാലത്ത് അനേകം ദൈവമക്കളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവചനങ്ങളും ദൂതുകളും വീര്യപ്രവൃത്തികളും നടന്നത് നീ കണ്ട് അത്ഭുതപ്പെട്ടവനാണെങ്കിൽ നിന്നിലൂടെ അതിലും വലിയ അത്ഭുതം ദൈവം ചെയ്യുമെന്ന് കർത്താവ് ഇന്ന് ചിലർക്ക് ആ ദൂത് തന്ന് ചിലരെ കർത്താവ് ഉറപ്പിക്കുകയാണ്. മകനെ, നിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, നിൻ്റെ ഭൗതിക ജീവിതം, നിൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് നോക്കി അത്രയൊക്കെ സാധിക്കുമോ, അത്രയൊക്കെ നടക്കുമോ എന്ന് ഒരുപക്ഷെ മകനെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. തിസ്ബിയിലെ കുഗ്രാമത്തിൽ നിന്ന ഏലിയാവിലൂടെ പ്രവർത്തിച്ച ദൈവം, ഉന്നതമായ കുടുംബത്തിൽ ജനിച്ച എലീശയിലൂടെ പ്രവർത്തിച്ച ദൈവം, ശമൂവേലിലൂടെ പ്രവർത്തിച്ച ദൈവം, ദാവീദിലൂടെ പ്രവർത്തിച്ച ദൈവം, അബ്രഹാമിലൂടെയും ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും പ്രവർത്തിച്ച ദൈവം, യോസേഫിലൂടെ പ്രവർത്തിച്ച ദൈവം, ദാനിയേലിലൂടെ പ്രവർത്തിച്ച ദൈവം, പൗലോസ് അപ്പോസ്തലനിലൂടെ പ്രവർത്തിച്ച ദൈവം, പത്രോസിലൂടെയും അന്ത്രയോസിലൂടെയും യാക്കോബിലൂടെയും യോഹന്നാനിലൂടെയും പ്രവർത്തിച്ച ജീവനുള്ള ദൈവം, ആ ദൈവത്തിന് മാറ്റം വന്നിട്ടില്ല. അവരെല്ലാവരും അവരവരുടെ ശുശ്രൂഷ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന എൻ്റെ യേശു. എൻ്റെ യേശുവിന് മാറ്റമില്ല. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു മാറ്റമില്ലാത്തവനാണ്. ആ മാറ്റമില്ലാത്ത ക്രിസ്തു നിങ്ങളിൽ വീര്യം പ്രവർത്തിക്കും. മകനെ, നീ ഒരാളുടെ മേൽ കൈവച്ചാൽ രോഗസൗഖ്യമുണ്ടാകും. നിന്റെ നാവിൽ കർത്താവ് പ്രവചനത്തിൻ്റെ ദൂത് കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മേൽ ജ്ഞാനത്തിൻ്റെ വചനം കർത്താവ് പകരും. കർത്താവ് പരിജ്ഞാനത്തിൻ്റെ വചനം പകർന്നു തരും. ആർക്കും, എതിരികൾക്ക് പോലും എതിർ പറയാൻ കഴിയാത്ത വാക്കും ജ്ഞാനവും നിന്റെ മേൽ പകരും. ഷബ്രഖാനറലബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചില വാക്കുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ സ്വയത്തിൽ നിന്നല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ചിലർക്ക് ഡിസേൺമെൻറ്റ് തരും, ആത്മാക്കളുടെ വിവേചനം. നിങ്ങളുടെ മുമ്പിൽ ഒരാത്മാവ് വന്നു നിൽക്കുമ്പോൾ, ഒരു മനുഷ്യൻ വന്നു നിൽക്കുമ്പോൾ ഈ ആത്മാവ് ദൈവത്തിൽ നിന്നോ പിശാചിൽ നിന്നുള്ളതോ എന്ന് ഡിസൈൻ ചെയ്യാനുള്ള ഡിസൈൻമെൻറ്റ് ആ ആത്മാവ് നിങ്ങളുടെ മേൽ പകരും. നിങ്ങളിൽ ചിലർക്ക് വീര്യപ്രവൃത്തികളുടെ ആത്മാവിനെ തരും. കർത്താവിൻ്റെ സ്തോത്രം. നിങ്ങൾ തൊട്ടാൽ ചില രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ ചിലർക്ക് പുതിയ ഭാഷകൾ തരും, ചിലർക്ക് ഭാഷകളുടെ വ്യാഖ്യാനം തരും, ചിലർക്ക് വിശ്വാസം വരമായി തരും. കർത്താവിൻ്റെ സ്തോത്രം. ചിലരുടെ മേൽ കർത്താവ് 9 ആത്മാവിൻ്റെ ഫലം പകർന്നു തരും. സ്തോത്രം.
ഇതൊന്നും ചില വ്യർത്ഥ വാക്കുകളല്ല പ്രിയരെ. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറയുന്നത്. ഏലിയാവിൻ്റെ ഇരട്ടി ബലത്തോടെയാണ് ഇപ്പോൾ ഏലീശ നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം അത് കൊതിക്കേണ്ടതല്ലേ? കൊതിക്കണം. നാം കൊതിക്കേണ്ടത് അതൊക്കെയാണ് പ്രിയരെ. ഈ ഭൂമിയിൽ കുറേ രൂപയുണ്ടാകാൻ വേണ്ടിയിട്ടല്ല നാം കൊതിക്കേണ്ടത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം ചിന്തിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിൽ കൂടുതൽ കർത്താവ് തരും കേട്ടോ. മോനെ, നീ അങ്ങനെ നിൻ്റെ മനസ്സിനെ, നിൻ്റെ മൈൻഡിനെ അങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്താൽ, കർത്താവേ എനിക്ക് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അതുകൊണ്ട് അത്രയും മതി സ്റ്റോപ്പ് ചെയ്തൊന്നല്ല. നിൻ്റെ മനസ്സ് അത്ര കിട്ടിയാൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു നിലവാരത്തിലേക്ക് വരണം. ഇന്ന് മകനെ, നിൻ്റെ ഹൃദയത്തിൽ കുറേ രൂപ കിട്ടിയാൽ എല്ലാം വാങ്ങുമെന്നല്ലേ നീ ചിന്തിക്കുന്നത്? അത് മാറിയിട്ട് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ഞാൻ തൃപ്തനാകുമെന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവ് സ്വർഗത്തിൻ്റെ ഭണ്ഡാരപ്പുര തുറന്ന്, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം പകരും. പക്ഷെ കർത്താവിന് പേടി എന്താണെന്നറിയാമോ? പലരുടെ മേൽ അനുഗ്രഹം പകർന്നാൽ അവർ കർത്താവിനെ മറന്നു പോകും. അവരൊന്നുമില്ല, അഹങ്കരിക്കും. ദൈവത്തെയും മനുഷ്യനെയും ചോദ്യം ചെയ്യും. അവർ നിഗളിക്കും. നിഗളിച്ചാൽ പിശാചിന് വന്ന് അപകടം വരും. എന്താണ്? മാലാഖ പിശാചായ പാപമാണ് അഹങ്കാരം. സ്തോത്രം. ഈ പണത്തിന് നാം മരിക്കണം. സ്തോത്രം. ഉണ്ടായാൽ പ്രത്യേക സന്തോഷമില്ല, ഇല്ലാതെ വരുമ്പോൾ മനസ്സ് വാടുകയുമില്ല. ഇതാണ് നാം പണത്തിന് മരിച്ചോ എന്നുള്ളതിൻ്റെ ഉത്തമമായൊരു ടെസ്റ്റ്. അതാണ്. കയ്യിൽ പൈസയില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല, നിരാശപ്പെടുന്നുണ്ടോ? പണത്തിന് ആശ്രയമുണ്ട്. കുറേ അധികം പൈസ കയ്യിൽ വന്നു, നിഗളിക്കുന്നുണ്ടോ? അതും ദൈവാഗ്രഹമാണ്. അത് രണ്ടും അപകടമാണ്. ഇത് രണ്ടും പാടില്ല. അങ്ങനെ അല്ലാത്തൊരവസ്ഥയിലൂടെ ദൈവം നടത്തും പ്രിയരെ. എൻ്റെ ദൈവം നടത്തും. എൻ്റെ ദൈവം എന്നെ പോഷിപ്പിക്കും. ഇതുവരെ നടത്തിയവൻ ഇനിയും നടത്തും. സ്തോത്രം. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു വാക്കാണ് ഏബൻ ഏസർ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം സഹായിച്ച ദൈവം ഇനിയും സഹായിക്കില്ലേ? തീർച്ചയായും സഹായിക്കും. ഞാൻ ഇടയ്ക്കെല്ലാം എൻ്റെ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, അന്ന് 1-ാം നൂറ്റാണ്ടിൽ അവിടുന്ന് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ, കുഷ്ഠരോഗിയെ ശുദ്ധനമാക്കിയെങ്കിൽ, മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തിയെങ്കിൽ, കുരുടനെ കാഴ്ച കൊടുത്തുവെങ്കിൽ, ഊമനെ സംസാരിക്കുമാറാക്കിയെങ്കിൽ, ചെകിടനെ കേൾവി കൊടുത്തുവെങ്കിൽ, എൻ്റെ കർത്താവിന് ഇന്നും അത് ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ യേശു മാറ്റമില്ലാത്തവനാണ്. പത്രോസ്, പാവം പത്രോസിന് കരം കൊടുക്കാൻ, ടാക്സ് കൊടുക്കാൻ പൈസയില്ല, പാവം. പക്ഷെ പത്രോസിന് ടെൻഷനൊന്നുമില്ല. കാരണം കൂടെ യേശുവല്ലേ. യേശുവല്ലേ. കരം കൊടുത്തോ, ടാക്സ് അടച്ചോ, ഇലക്ട്രിസിറ്റി അടച്ചോ, ടെലിഫോൺ ചാർജ് അയച്ചോ, വാടക കൊടുത്തോ ഒന്നും പത്രോസിന് വിഷയമല്ല. കാരണം പത്രോസിൻ്റെ കൂടെ അത്യുന്നതനുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒന്നിലും ഭാരപ്പെടരുത്. എൻ്റെ ദൈവം പോറ്റുമെന്ന് നിങ്ങൾ അഡ്വാൻസായിട്ട് പ്രഖ്യാപിക്കണം. എൻ്റെ ദൈവം നടത്തും. എൻ്റെ ദൈവം സർവശക്തനാണ്. നിങ്ങളത് അഡ്വാൻസായി പറയുമ്പോൾ കർത്താവ് അഡ്വാൻസായി പ്രവർത്തിക്കും. നിങ്ങൾക്ക് 5-ാം തീയതിയാണ് വാടക കൊടുക്കണമെങ്കിൽ 4-ാം തീയതി നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് പ്രൊവൈഡ് ചെയ്യും. സ്തോത്രം. മോനെ, നിനക്ക് അഡ്വാൻസായിട്ട് ദൈവം പ്രൊവൈഡ് ചെയ്യും. എല്ലാവർക്കും, എല്ലാ കമ്പനിയിലും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ 10-ാം തീയതിക്കുള്ളിൽ സാലറി കൊടുത്താൽ മതി എന്നൊക്കെ ഗവൺമെൻറ് റൂളുകളുണ്ട് പല കമ്പനികളിലും. പക്ഷേ നിനക്ക് മോനെ അഡ്വാൻസ് ദൈവം സാലറി തരും. നിൻ്റെ കയ്യിൽ അഡ്വാൻസ് പൈസ വരും. നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അഡ്വാൻസ് ക്രെഡിറ്റ് ആവും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കാക്കയെ കൊണ്ട് എൻ്റെ ദാസനായ ഏലിയാവിനെ പോറ്റിയ ദൈവത്തിന് മോനെ നിന്നെ പോറ്റാൻ കർത്താവിന് കഴിയും. ഒരടിയുണ്ടാക്കിയിട്ട് ഒരമ്മയും മോനും, ഒരു വിധവയും മോനും മരിക്കാനിരുന്ന സരപ്തയിലെ വിധവയെ കൊണ്ട് പ്രവാചകനെ ഏറിയ നാൾ പോഷിപ്പിച്ചു. ആ കുടുംബത്തെയും ദൈവം പോഷിപ്പിച്ചു. കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയതില്ല. സ്തോത്രം. അങ്ങനെ ഒരു ദൈവമുണ്ട് പ്രിയരെ. ഞാൻ പറയുന്നത് വെറുതെ ഒരു അത്ഭുതത്തിൻ്റെ കാര്യം മാത്രമല്ല, ഒരു ഭൗതിക അത്ഭുതത്തിൻ്റെ കാര്യം മാത്രമല്ല. ഭൗതികമായും ആത്മീയമായും അത്ഭുതം പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. ആ കർത്താവ് ഇപ്പോഴിതാ ശക്തമായി എലീശയിലൂടെ പ്രവർത്തിക്കുകയാണ്. വില കൊടുത്തു എലീശ. വില കൊടുത്തവനാണ് എലീശ. കർത്താവിന് സ്തോത്രം. ഏലിയാവിനോട് എലീശ പറഞ്ഞു,
എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക് വേണം. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, നീ പ്രയാസമുള്ള കാര്യമാണെന്ന് ചോദിച്ചത്. അപ്പോൾ ഏലീശ ഉള്ളിൽ പറഞ്ഞു കാണും, എന്ത് പ്രയാസമാണെങ്കിലും ഇത് നേടിയേ ഞാൻ അടങ്ങും. സ്തോത്രം. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും, എന്ത് തടസ്സം വന്നാലും ഇത് നേടിയേ ഞാൻ അടങ്ങും. ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു നിഷ്ഠ, അങ്ങനെ ഒരു ദാഹം, അങ്ങനെ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു ആശ്രയം നമുക്ക് വേണം. സാധിപ്പിച്ചു തരും പ്രിയരെ, സാധിപ്പിച്ചു തരും. കർത്താവ് സർവശക്തനാണ്. ഞാൻ ഇന്നത്തെ പ്രസംഗം, ഇന്നത്തെ ഈ മെസ്സേജ് പറയാനുള്ള ഇൻട്രൊഡക്ഷനെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ സമയമായി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നേരെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും എൻ്റെ നാവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയാനിടയായത്. മകനെ, പ്രിയമകളെ, നിൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കും. എന്നാൽ നിൻ്റെ മുമ്പിൽ ചില വാതിലുകൾ അടയ്ക്കേണ്ടതുണ്ട്. ചില ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും തിന്മയുടെയും പാരമ്പര്യത്തിൽ നിന്ന് ഒഴുകി വന്ന ചില അകൃത്യത്തിൻ്റെയും വാതിലുണ്ട്. അത് കർത്താവ് അടയ്ക്കുകയും ചെയ്യും. അടയ്ക്കേണ്ട ദൈവം അടയ്ക്കും, തുറക്കേണ്ട ദൈവം തുറക്കും. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങളോട് സംസാരിക്കും, വ്യക്തിപരമായി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.